യോഹന്നാൻ്റെ 1 ലേഖനം 3:22. അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നതുകൊണ്ട് എന്തു യാചിച്ചാലും അവങ്കൽ നിന്ന് ലഭിക്കും. പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുന്ന മറ്റൊരു അനുഗ്രഹീത വാഗ്ദത്തമാണ് ഈ വചനം. അപ്പോൾ തന്നെ ഇതിൽ 2 വ്യവസ്ഥകളുമുള്ളത് കാണാം. 1, ദൈവകൽപ്പനകളെ നാം പ്രമാണിക്കണം. 2, ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യണം. ദൈവകൽപ്പന പ്രമാണിക്കുന്നത് തന്നെയാണ് ദൈവത്തിന് പ്രസാദമുള്ളത് എന്നതിനാൽ ഈ 2 വ്യവസ്ഥകളും ഒന്നാണെന്നും പറയാം. പ്രാർത്ഥിക്കുന്നതെല്ലാം ലഭിക്കണമെന്ന ആഗ്രഹം നമുക്ക് സ്വാഭാവികമായും ഉണ്ടാകും. പ്രാർത്ഥിച്ചതുപോലെ നടക്കാതിരിക്കുമ്പോൾ വിഷമവും ഉണ്ടാകും. എങ്കിലും ദൈവഹിതത്തിന് സമർപ്പിക്കുന്നതിനാൽ നാം വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോഴും നിരാശപ്പെടാതെ ദൈവത്തെ മഹത്വപ്പെടുത്തും. ദൈവകൽപ്പനകൾ പ്രമാണിക്കുക എന്ന് പറയുന്നത് പലർക്കും ഒരു അസാധ്യമായ കാര്യമായോ കഠിനമായ വിഷയമായോ ഒക്കെ ആണ് തോന്നുക. നമ്മെ ഭാരപ്പെടുത്താനായാണോ ദൈവം കൽപ്പനകൾ നൽകുന്നത്? ഒരിക്കലുമല്ല. മാതാപിതാക്കൾ മക്കളോട് ചെയ്യണമെന്നും അരുതെന്നും പറയുന്നത് അവരോട് ഇഷ്ടമില്ലാത്തതിനാലോ അവരെ ഉപദ്രവിക്കാനോ അല്ല. അവർ അച്ചടക്കത്തോടെ വളരുകയും അപകടങ്ങളിൽ പെടാതിരിക്കുകയും ശുഭഭാവി ഉണ്ടാവുകയും ചെയ്യണമെന്ന ആഗ്രഹത്തോടെയാണ്. നാം കുട്ടികളായിരുന്നപ്പോൾ പലപ്പോഴും നമുക്ക് അവരോട് അതിൽ വിഷമമുണ്ടായിട്ടുണ്ടാവാം. എന്നാൽ മുതിർന്നപ്പോൾ അവർക്ക് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കിയപ്പോൾ നാം അവരെ കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയുമാണ് ചെയ്തത്. ദൈവത്തിൻ്റെ കൽപ്പനകളും മക്കളായ നമ്മുടെ നന്മയ്ക്കായാണ്. ദൈവത്തെ അനുസരിക്കാതിരിക്കുകയും നാം പ്രാർത്ഥിക്കുന്നതിന് മറുപടി നൽകുകയും ചെയ്യണം എന്നാഗ്രഹിക്കുന്നത് ഒരിക്കലും ശരിയല്ലല്ലോ. ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാം പ്രാർത്ഥിക്കാതെ തന്നെ ദൈവം പല കാര്യങ്ങളും നമുക്ക് നൽകിത്തരികയും ചെയ്യും. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ധൈര്യവും വിശ്വാസവും ഉണ്ടാകുന്നതിനും ദൈവകൽപ്പനകൾ അനുസരിക്കുന്നത് സഹായകമാകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.